ഇതിന് ക്ലച്ച് കുറച്ച് സെൻസിറ്റീവ് അല്ലേ? ഡീസലിൽ അങ്ങനെ വരുന്നത്, എടുത്തുമ്പോ തന്നെ ചാട്ടം വരും. പെട്രോള് തുമ്പത്ത് അടക്കാം. ഇതിൽ മോൾ ഡിസ്ക് ബ്രേക്ക് അല്ലേ? ബീച്ച് റോഡ് എടുക്കണോ അതോ? ഇവിടുന്ന് റൈറ്റല്ലേ? സ്ട്രൈറ്റ് റൈറ്റല്ലേ? ഇതന്നെ ഫീൽ ചെയ്യാൻ പറ്റും. പവർ ഉണ്ടെങ്കിൽ വണ്ടീൻ്റെ സൈസ് കറക്റ്റായിട്ട് അറിയണേ, അല്ലെങ്കിൽ സീനാണ്. അല്ല അവനെ ക്രെറ്റ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന്. ഇപ്പോൾ എഞ്ചിൻ്റെ സ്മൂത്ത്നെസ് രണ്ടും ഓൾമോസ്റ്റ് സെയിം എന്ന് പറയാം. പക്ഷേ എന്താ പറയുക, അതിൽ പിക്കപ്പ് ഇതിനാണ് കൂടുതൽ. ഫസ്റ്റ് പെട്രോൾ വണ്ടി അപ്പോൾ ഈ വണ്ടി ആവല്ലേ നമ്മളുടെ സിവിക്കിലേക്ക് വാഗണറൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ പവറുള്ള വണ്ടി സിവിക്ക് തന്നെ ഓടിച്ചിട്ടുണ്ട്. BM ഓടിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഡീസലാണ്. സെക്കൻഡ് ഗിയറിൽ പവർ അറിയും. ഫസ്റ്റ് ഗിയറിന്റെ അറിയാത്തുള്ളൂ, സെക്കൻഡ് നല്ല പവർ. അതെ. ക്രെറ്റ അപ്പോൾ നിനക്ക് എങ്ങനെ തോന്നി ഓവറോൾ? എനിക്ക് ബിൽഡ് ക്വാളിറ്റി അതെ, ഇതൊക്കെ ഇങ്ങനെ ടേണിങ്ങിൽ പോകുമ്പോൾ അതെ കാലം തട്ടുമ്പോൾ ബ്രേക്കിംഗ് എനിക്ക് സുഖം തോന്നില്ല. അതെ, എനിക്ക് ബ്രേക്കിംഗ് ഇതിനെക്കാട്ടി നല്ല അടിപൊളി ബ്രേക്കിംഗ് ഉണ്ട് വാഗണറിന്.
അടിപൊളി ബ്രേക്ക്. ഇതിലും എനിക്ക് തോന്നി നല്ല സ്റ്റിഫ്, നല്ല സ്റ്റിഫായിരുന്നു. മറ്റേ നമ്മള് സ്റ്റിഫ് ഉണ്ടെങ്കിൽ പഠിച്ച ആ ഒരു രീതിക്ക് നിൽക്കും. അധികം 4 ഡിസ്കും പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു ഇതിലേക്ക് ഇല്ല. എനിക്ക് ചെറിയ ഡിഫറൻസ് തോന്നി എന്റെ വീട്ടിൽ കയറിയിട്ടും ഈ ബ്രേക്കും കമ്പയർ ചെയ്യുമ്പോൾ. ഇതാണ് പോവാറ്. അതെ, ഇത് കുറച്ച് കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇതുകൊണ്ട് ചിലപ്പോ ബ്രേക്ക് പാഡ് മാറ്റാൻ ബ്രേക്ക് പാഡ് ഞാൻ മാറിയതാണ്. എടുക്കുമ്പോൾ തന്നെ അതെ, ചെറുതായിട്ട് ഡിഫറൻസ് തോന്നി എനിക്ക് ബ്രേക്ക്. പക്ഷെ എഞ്ചിന്റെ അത്ര ലാഗ് ഇല്ല കേട്ടോ. നല്ല പവറാ. മീറ്റർ കൺസോളൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. സർവീസ് കോസ്റ്റ് എപ്പോഴാ? സൺറൂഫ് ആണല്ലോ. സർവീസ് കോസ്റ്റ് 10 അടുത്ത്. ഒരു വട്ടം എത്ര കുറവ്, 7.5. ഒരു വട്ടം 10, 11 എത്തിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ഒരു സ്ഥലത്തിന് കൊടുക്കല്. നമ്മള് ഇവിടെ ബുക്ക് ചെയ്ത അവിടെ കൊടുക്കും. ഇവിടെ ക്യാമറ ഇല്ലല്ലോ. ഇതിലങ്ങനെ സ്പോർട്സ് മോഡൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഇതിൽ 6 ഗിയറാണല്ലേ? അല്ല, അത് CVT ആകുമ്പോ ശരിക്കും പറഞ്ഞാൽ ഗിയർ അങ്ങനെ ഇല്ല. പക്ഷെ അതിൽ 8 ഗിയേഴ്സ് ആണ് നമ്മൾ ഈ മാനുവൽ കൊടുക്കുമ്പോ. അതെ, പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുക്കും. ഇപ്പൊ ഫ്രണ്ട് അവിടെ വരുന്നുണ്ടോ? ഫ്രണ്ട് വരുന്നുണ്ടോ അവിടെ? നീ വിളിച്ചിരുന്നല്ലേ? ഓട്ടം കഴിഞ്ഞിട്ടില്ല. പിന്നെ അവന്റെ വണ്ടി ആണെങ്കിൽ ചെറിയ മിസ്, ആ വീട്ടിൽ കാര്യമില്ലെന്ന് പറഞ്ഞത്. പിന്നെ മറ്റേ വണ്ടി ആണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു സ്റ്റോറി പെടുത്തിരുന്നു അവന്റെ ഫോട്ടോ. ഈ ഒരു നീല ഇതുണ്ട്, പുത്തൻതാണിയാ. അവിടെ പോണം. ഇവിടുന്ന് 1 മണിക്കൂർ യാത്ര. അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. നാളെ വരുന്നുണ്ടോ? നാളെ പോവാ. ലെഫ്റ്റിലേക്ക് സ്കൂട്ടി അടിച്ചപ്പോൾ എന്താ തോന്നിയത് എനിക്ക് ഡിഫറൻസ്? സ്കൂട്ടി ആക്സ് ഉള്ളതാണ്, പക്ഷെ ആ ആക്സ് ഈ ആക്സ് നല്ല വ്യത്യാസമുണ്ട്. നല്ല സ്മൂത്ത് ഉണ്ട്. ഏതാ മോഡല്? അത് 20. ഇത് 16 ആണ്. 9 കൊല്ലായി. അത് 105 കയറി തോന്നാൻ നല്ല സുഖമുണ്ട്. നമ്മളെ വണ്ടിനെ കാട്ടി നല്ല സുഖമുണ്ട്. അവിടെ ഇല്ലല്ലേ, നമ്മൾ പോയി സ്ഥലത്ത് കയറ്റല്ലേ? പക്ഷെ അവിടേക്ക് വണ്ടി കാറും പോയില്ല.
സിവിക്ക് ഇവിടെ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓറഞ്ച് വരത്തിലൊക്കെ കയറാം. സിവിക്ക് കയറ്റിയിട്ടുണ്ട് ഞാൻ. നേരെ കണ്ട കേറ്റല്ല കാറാണെങ്കിൽ. ഇവിടെ ഇപ്പൊ നൈറ്റ് ലൈഫ് ഉണ്ടല്ലേ. ഈ ബീച്ചിന്റെ പേരെന്താ? പൊന്നാനി ബീച്ചാണോ അതോ തിരൂർ ബീച്ചോ? പറവണ്ണ ബീച്ച് എന്ന് പറയും. അഴിമുഖം ആ സൈഡ്. നേരെ കയറില്ല, മണ്ണാണ് അവിടെ. റോഡ് കുറച്ച് ഹൈറ്റാണ്, അപ്പോൾ താഴെ തൊട്ടാൻ ചാൻസസ് ഉണ്ട്. ഇതിലാണോ സിവിക്കിലാണോ പവർ കൂടുതൽ തോന്നിയത്? സിവിക്ക് തന്നെയാ. സിവിക്കാണ്ട് ഫസ്റ്റ് ഗിയറിലത്തെ 60 ചില്ലാൻ കയറും, സെക്കൻഡ് ഗിയർ 110. ഇത് സെക്കൻഡ് ഗിയർ 180-90 ഒറ്റേ ഉള്ളൂ. ഓഫ് റോഡ് പോയിട്ടുണ്ടല്ലേ? ഓഫ് റോഡ് ചെറുതായിട്ടൊക്കെ. ഞാൻ ഇവിടെ പോയപ്പോൾ മസനും കൂടി പോയപ്പോൾ ചെറിയ കട്ടിട്ട് റോഡുകളുണ്ട്. അവരെ ഫുൾ കല്ല് തന്നെ. ആയിക്കൂടെ ഒരു ചെറിയ സ്പീഡിൽ കയറിക്കാണ്. വലിയ ഓഫ് റോഡ് ഉണ്ട് കയറിയിട്ടില്ല. അത് ഒരു ചെറിയൊരു കാറ്റായിരുന്നു, പക്ഷെ നല്ല പൊളിഞ്ഞ റോഡായിരുന്നു. ഓ അത് കയറി. അത് ഇയോൺ ഉണ്ടായിരുന്നു കൂടെ. ഞാൻ ഇയോൺ ഓടിച്ചത്, മറ്റവൻ കറക്റ്റ്. 2 വണ്ടിയിലാണ് പോയത്. ബാറ്റ്മാൻ സ്പോയിലർ എന്തെന്ത് പേരുണ്ടല്ലോ ഇപ്പൊ. ക്രെറ്റയില് ബാക്കിലല്ലേ ഇതേപോലത്തെ സ്പോയിലർ വെക്കേണ്ടി വരും. വലിയ സ്പോയിലർ നടക്കൂല. സിവിക്ക് അത് OM തന്നെയാണ്. അത് 2008 മാത്രം സ്പോർട്ട് എഡിഷൻ വേരിയന്റ് ഉണ്ട്. ആ 2008 മാത്രം ഇറങ്ങിയിട്ടുള്ളൂ. ആ ഒരു വർഷം മാത്രം ഇറങ്ങിയ ഒരു വേരിയന്റാണ് സ്പോർട്ട് എഡിഷൻ. അതിൽ വന്ന സ്പോയിലറാണ് ശരിക്കും. അത് നോർമൽ അല്ലാണ്ട് ഇതിന് വരുന്നില്ല. അത് ഇറക്കിയോടെ ഇപ്പം എല്ലാത്തിനും വന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിപ്പോൾ കിട്ടും, ഇപ്പോഴും മേടിക്കാൻ കിട്ടും. അത് ശരിക്കും വേറെ പിള്ളേരെല്ലാവരും വലുത വയ്ക്കാം. നല്ല വലുപ്പുള്ള സ്പോയിലർ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെന്താ മ്യൂഗൻ്റെ ഏതോ സ്പോയിലറാണ് അത്. പിന്നെ അത്ര ബോറാക്കണ്ട വെച്ചിട്ട് ഞാൻ ആ ഇതിൽ തന്നെ കീപ്പ് ചെയ്തത്. തുടങ്ങി. ഇത് കഴിഞ്ഞല്ലേ, ഇതൊന്നല്ല. 6-7 മണി 8 മണിയാകുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും ഇവിടെ. തിരിച്ച് വരാൻ പറ്റില്ല. ഉണ്ണിയൽ ബീച്ചാണ് പേര്. ഉണ്ണിയാൽ പറവണ്ണ ബീച്ച് എന്ന് പറയും. പഴയ
ഈ സ്ഥലത്തിന് ഉണ്ണിയാൽ എന്ന പേര്. ഫുള്ള് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ബീച്ച് ഇഷ്ടംമാരുണ്ട് ഏരിയ. ഈ ഏരിയയിലാണ് നല്ല സ്ട്രെയിറ്റ് റോഡ്സ് അല്ലേ? ക്രെറ്റോക്ക വീല് നൈസായി. സൈഡ് 50, ഫ്രണ്ട് 70 അങ്ങനെ വരുന്നത്. ബാക്ക് 50 ആണെന്ന് തോന്നുന്നു. അത് നോക്കുമ്പോൾ ഇതിലാണ് ബ്രേക്ക് ഒന്നും കൂടെ വൈറ്റ് കുറച്ചും കൂടെ ഇതിലുണ്ട്. അത് പിന്നെ അതിന്റെ ബ്രേക്ക് കുറച്ച് പഴകിയോണ്ട് ഒന്ന് ലേറ്റ് ചെയ്യിക്കണം ഡിസ്ക്. എന്നാ റെഡി ആവും. പോളിഷ് ചെയ്യാണ്ട് എന്നാ റെഡി ആവും ഒന്നും കൂടെ. പിന്നെ എല്ലാവരും വർക്കെടുക്കാൻ ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഡിസ്ക് റോട്ടർ അപ്ഗ്രേഡ് വലിയ സൈസ് ആക്കും. അത് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പൈസ ആഗ്രഹമില്ല. എന്താ വെച്ചാല് പറ്റില്ല. കയ്യിൽ പൈസന്റെ ഒരു ചെറിയ റേറ്റ് ആണ്. അതിപ്പോ പൈസ ഉണ്ടായിരുന്നു. അന്ന് വണ്ടി ഓടിക്കണ്ടായിരുന്നല്ലോ, വണ്ടി ഓടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പൈസ ഉണ്ടായിരുന്നു കയ്യിൽ. ഇപ്പൊ അത് നടക്കില്ല. സ്റ്റെബിലിറ്റി നല്ല പക്കയാണ്. സാധനം മേടിക്കാണ്ട് ഇത് സിവിക്കിൻ്റെ ആണ്. ഞാൻ ഇതുവരെ കിട്ടുക അത് ഓടിക്കലില്ലല്ലോ. ഇതോ ABS ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ കോർണറിന്റെ സ്പീഡ് എടുക്കുമ്പോൾ നമ്മളെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടി കൂടും. ഇതല്ലേ അങ്ങനെ സ്കിഡ് ആവും പോയി സാധ്യത. എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. മറ്റേ സ്കിഡ് ആവണത് സിവിക്കിലൊക്കെ വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കില്ല. അത് ശരിക്കും ബാക്കിൽ ഗമ്മ് വരും. അത് 3mm ഡബിൾ സൈഡ്. ഡീസലാണെങ്കിൽ അത്ര ലാഗ് ഇല്ലല്ലേ വണ്ടിക്ക്? ലാഗ് കുറവാ. ഞാൻ വരുന്നുണ്ട് 1.6 ഓടിച്ചു. അതും നല്ല പവറാ. ഡീസൽ മാനുവൽ ഇവിടെ കൊച്ചി പോയിരുന്നു. നല്ല പവറാ.
ഇഷ്ടം നമ്മുടെ ഇത്. ഈ സെയിം വണ്ടിന്റെ വിടുത്ത് എടുത്തിട്ടല്ലേ നീ സിവി കൊടുക്കാന്? ഇതും അതും വ്യത്യാസമുണ്ട്. ഫ്രണ്ട് കൂടുതലാ. ആ ഫ്രണ്ട് നിനക്ക് പക്ക കിട്ടേ ഈ വണ്ടിന്റെ? ഞാൻ നേരത്തെ സ്കൂട്ടറിന് കയറി കണ്ടിട്ടുണ്ടാവില്ലേ? ആ അതെ, ഓൾമോസ്റ്റ് തട്ടിയില്ല. അത് ഇങ്ങനെ എടുത്തെടുത്ത് അതെ. ഷോപ്പ് എവിടെ? നമ്മളിവിടെ തുഞ്ചൻ മെമ്മോറിയൽ കേട്ടിട്ടുണ്ട്. തുഞ്ചൻ പറമ്പ് അവിടെ എന്താണ്? തുഞ്ചനെഴുത്തച്ഛൻ നമ്മളെ മലയാള എഴുതിയ അയാളുടെ ഏരിയ ആണോ? ആളെ വീട് വീട് പ്ലേസ്. മലയാളം കണ്ടുപിടിച്ച അയാളാണ് മലയാളം കണ്ടുപിടിച്ചല്ലേ? ആ അതവിടെ ഇതുണ്ട്. പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അതൊന്നും വീഡിയോ തെറ്റായി ചിലപ്പോ തെറ്റായിരിക്കും. തെറ്റായിരിക്കും ചിലപ്പോ ഓലല്ല വല്ലാത്തിന്റെ വേറെ. ഇത് ഫുൾ ഓപ്ഷൻ ഡീലക്സ്. അത്യാവശ്യം പവർ ഉണ്ടല്ലേ? 4 സിലിണ്ടർ. അന്ന് ചെറിയ വണ്ടി ഇറക്കിയ 4 സിലിണ്ടർ ആണല്ലോ. എന്താ സെന്നിന്റെ ഇതെന്താ ഫുൾ ഫോം എന്താന്ന് അറിയോ? എന്താന്ന്? സെന്ന് 0 എൻജിൻ നോയ്സ്. ഈ സൈസിന്റെ വണ്ടീനും അവര് 4 സിലിണ്ടർ കൊടുത്തല്ലോ, അതുകൊണ്ട് അമ്മ റിഫൈൻമെന്റും ആണ്. പക്ഷെ സുസുക്കി ഉണ്ടാക്കിയ എഞ്ചിനാണോ അതോ വേറെ? സുസുക്കി ജപ്പാൻ. ജപ്പാൻ.